ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻക്ലെക്സ് സാറിൻ്റെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഡിക്കേഷൻ കാൽക്കുലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം മെഡിക്കേഷൻ കാൽക്കുലേഷൻസ് പലതുണ്ട്. നമ്മൾ വെയിറ്റ് റിലേറ്റഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങനെ പല തരത്തിൽ മെഡിക്കേഷൻ കാൽക്കുലേഷൻസ് വരും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വളരെ ബേസിക് ആയിട്ട് പേഷ്യൻറ്റിന് എത്ര എമൗണ്ട് ഡോസ് ഡ്രഗ് കൊടുക്കണം, ഡോസേജ് കാൽക്കുലേഷൻ ആണ് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് മെഡിക്കേഷൻ കാൽക്കുലേഷൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സമയം കളയാതെ തന്നെ കടക്കാം. ജെയിം അക്കാഡമി. സോ നമ്മൾ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കുക. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും കേട്ടോ. സോ നമ്മൾ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് D/H ഇൻറ്റു Q. ഓക്കെ, നൗ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയേർഡ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഓക്കെ, ഇതെല്ലാം എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നൗ ഡിസയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഫിസിഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിസയേർഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എത്രയാണോ ഉള്ളത്, ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിനെയാണ് ഹാവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡോസിൻ്റെ എമൗണ്ട് എത്രയാണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഡോസിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, എപ്പോഴും നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ റൂൾസ് അറിഞ്ഞിരിക്കുക. ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം 1000 mcg എന്ന് പറയുന്നത് 1 mg ആണ് അല്ലേ. 1000 mg എന്ന് പറയുന്നത് 1 ഗ്രാം ആണ്. ഓക്കെ, 1000 ml എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ഇതെപ്പോഴും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ എമിസെറ്റ് എന്നൊരു ഡ്രഗ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 4 mg ആണ്. ഓക്കെ, 4 mg പേഷ്യൻറ്റിന് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എമിസെറ്റിൻ്റെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് 2 mg ആണ് കേട്ടോ. 5 ml 2 mg എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നൗ എത്രയായിരിക്കണം നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സോ ഡിസയേർഡ് എമൗണ്ട് എത്രയാണ്, അതായത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എത്രയാണ്, 4 mg ആണ്. നമ്മുടെ കയ്യിലുള്ള എത്രയാണ്, 2 mg. ആ കയ്യിലുള്ളതിൻ്റെ എമൗണ്ട് എത്രയാണ്, 5 ml. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിസൈഡിൻ്റെയും നമ്മുടെ കയ്യിലുള്ളതിൻ്റെയും ഇത് രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി എം ജിയിൽ തന്നെ ആയിരിക്കണം രണ്ടും കേട്ടോ. ഇൻ കേസ് അത് ഒരെണ്ണം ഗ്രാമിലും മറ്റത് എം ജിയിലും ആണെങ്കിൽ നമ്മൾ അതിന് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ എം ജിയിൽ തന്നെയാണ് രണ്ടും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 10 ml വരും. അപ്പോൾ എമിസെറ്റ് 10 ml ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. എ പ്രിസ്ക്രിപ്ഷൻ റീഡ്സ് ഫിനൻടോയിൻ 0.2 gram. Medication label states that each capsule is 100 mg. How many capsules should be administered? Okay, so നമ്മുടെ ഇക്വേഷൻ എന്താണ്, desired divided by half into quantity. Okay, now desired അതായത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 0.2 g. ഓക്കെ, ഗ്രാം. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്, 100 mg ആണ് കേട്ടോ. 100 mg ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 capsule, ഈച്ച് ക്യാപ്സ്യൂൾ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 0.2 g ഡിവൈഡഡ് ബൈ 100 mg ഇൻറ്റു 1 capsule. ഇനി നമുക്ക് മനസ്സിലായി ഇവിടെ ഡിസയേർഡ് ഗ്രാമിലും ഹാവ് എം ജിയിലുമാണ്. അപ്പം നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഗ്രാമിനെ എം ജി ആക്കുകയോ അല്ലെങ്കിൽ എം ജിനെ ഗ്രാം ആക്കുകയോ ചെയ്യാം. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യം അത് ചെയ്യുക, ആ സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, കൺവേർട്ട് ചെയ്യുക. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1000 mcg എന്ന് പറയുന്നത് 1 mg ആണ്. അപ്പം നമുക്ക് കൊടുത്തിരിക്കുന്നത് 1 ഗ്രാമും മറ്റത് എം ജി ആണ്. അപ്പം 1000 mg ആണ് 1 ഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 0.2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക 1000 ആയിട്ട് കേട്ടോ. ഓക്കെ, ഗ്രാമിനെ എം ജി ആക്കാൻ വേണ്ടി 0.2 ഇൻറ്റു 1000 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര വരും,
200 വരും അല്ലേ? 200 ഡിവൈഡഡ് ബൈ, അപ്പോൾ 200 mg ഡിവൈഡഡ് ബൈ 100 mg ഇൻറ്റു 1. സോ എത്ര വരും? 2 വരും ആൻസർ. അപ്പോൾ 2 ക്യാപ്സ്യൂൾസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നൗ അടുത്ത ഒരു എക്സാമ്പിളൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രിസ്ക്രിപ്ഷൻ റീഡ്സ് ഐബുപ്രോഫിൻ 8 mg, മെഡിക്കേഷൻ ലേബൽ റീഡ്സ് 10 mg per ml, ഹൗ മെനി ml ഷുഡ് ബി അഡ്മിനിസ്റ്റേർഡ്? ഓക്കെ, അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതും കേട്ടോ. നൗ അഗെയിൻ നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഡിസൈഡ് ഡിവൈഡഡ് ബൈ ഹാവ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഓക്കെ, നൗ ഡിസൈഡ് എത്രയാണ്? പ്രിസ്ക്രിപ്ഷൻ 8 mg ഡിവൈഡഡ് ബൈ 10 mg. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. 10 mg per ml ആണ്. സോ 1 എന്ന് ഇടുക കേട്ടോ. ആൻഡ് എത്ര വരും ആൻസർ? 2 യൂണിറ്റും സെയിം ആണ്, എം ജിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ 1 ml ആണ് ഇവിടെ കൊടുക്കുക. ആൻസർ 0.8 ml എന്നാണ് വരിക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത കാൽക്കുലേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.